എൻ്റെ ഭൂരിപക്ഷത്തോടെ ജയിക്കുക. അപ്പോൾ ഇലക്ഷൻ നിൽക്കുമ്പോഴല്ലേ കൂടുതൽ ആരോഗ്യം വേണം. ആ ആരോഗ്യം അദ്ദേഹത്തിനുണ്ടല്ലോ. പിന്നെ എന്താ പ്രസിഡന്റ് ആവാൻ ആരോഗ്യം പോരാന്ന് പറയുന്നത്? ഞാൻ അതിനോടൊന്നും യോജിക്കുന്ന ആളൊന്നുമല്ല. പക്ഷേ എന്ന് വിചാരിച്ചിട്ട് തീരുമാനം എടുക്കേണ്ട കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വമാണ്. അവരെന്ത് തീരുമാനം എടുത്താലും ഞാൻ കയറി. ഇപ്പോൾ എല്ലാം നോക്കിയാൽ ഈ എന്താ പറയേണ്ടത്, പണ്ടൊരു ചൊല്ലുണ്ട്, അലക്കൊഴിഞ്ഞിട്ട് കാശിക്ക് പോക്കുണ്ടാവില്ല എന്ന് പറഞ്ഞ പോലെ എല്ലാം ഓരോ തിരഞ്ഞെടുപ്പ് നോക്കി പുനഃസംഘടന മാറ്റി വെച്ചത് നടക്കില്ല. അതുകൊണ്ട് നടത്തണമെന്നുണ്ടെങ്കിൽ പറ്റിയ സമയമാണത്. പഞ്ചായത്ത് ഇലക്ഷൻ 8 മാസം ബാക്കിയുണ്ട്. അതിന് സമയമുണ്ട്. ഇപ്പം ചെയ്യുകയാണെങ്കിൽ ചെയ്യാം. മുല്ലപ്പള്ളി രാമചന്ദ്രൻ കോൺഗ്രസ് പ്രസിഡന്റിന് അയച്ച കത്ത് ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഞാനെങ്ങനെ അതിനെക്കുറിച്ച് അഭിപ്രായം എനിക്കറിയില്ല. എനിക്കറിയാത്ത കാര്യം ഞാൻ എങ്ങനെയാണ് നിങ്ങളോട് പറയണത്? ഞാൻ വെറുതെ ഒരു ഊഹത്തിൽ നിങ്ങൾ വാർത്ത കൊടുക്കണ പോലെ ഞാൻ പറഞ്ഞാൽ മതി. അപ്പൊ ശശി തരൂരിന്റെ പരാതിക്ക് ഒരടിസ്ഥാനവുമില്ല. അദ്ദേഹം പ്രവർത്തിക്കട്ടെ, ആര് തടയുന്നു? ഞാൻ ചോദിക്കട്ടെ, എനിക്കൊരു സ്ഥാനവുമില്ല. ഞാനിപ്പോൾ രാഷ്ട്രീയ സമിതി അംഗമെന്നേ ഉള്ളൂ. ഞാൻ പൂർണ്ണമായി കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. കോൺഗ്രസ് പാർട്ടി പ്രവർത്തിക്കാൻ എന്താ തടസ്സം? അപ്പോൾ പരാജയപ്പെടുന്ന ഉടനെ നിരാശപ്പെടുകയോ അല്ലെങ്കിൽ പാർട്ടിയെ കുറ്റപ്പെടുത്തുകയോ അല്ല വേണ്ടത്. കോൺഗ്രസിൽ നിന്ന് ജനങ്ങൾ അകന്നു പോയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ടത് പാർട്ടിയെ വിമർശിക്കുന്നതിന് പകരം അദ്ദേഹം തിരുവനന്തപുരത്ത് താമസിച്ചിട്ട്, അദ്ദേഹം തിരുവനന്തപുരത്ത് കിട്ടുമോ ഫോൺ? അദ്ദേഹം വിദേശത്താണ് കൂടുതൽ സമയം. തിരുവനന്തപുരത്ത് താമസിച്ചിട്ട് സാധാരണ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കണം.